മലപ്പുറത്തെ കേന്ദ്രീകരിക്കുകയാണ് അദ്ദേഹം. മലപ്പുറത്ത് കേന്ദ്രീകരിക്കുകയാണ് തന്റെ അജണ്ട. മലപ്പുറത്തിന്റെ താല്പര്യങ്ങൾ, മലപ്പുറത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ്, മലപ്പുറം നേരിടുന്ന വിവേചന സമീപനം, പോലീസിംഗ്, ഒപ്പം തന്നെ മലപ്പുറത്തായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻസ്, ഇവയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു ഇപ്പോൾ. ഒപ്പം തന്നെ മലയോര മേഖലയിലെ മനുഷ്യർ നേരിടുന്ന അനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. അല്ല ഷബീർ, എന്തുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം മാത്രമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ സംബന്ധിച്ച് ജീവനമരണ പോരാട്ടമാണ്, പരമാവധി വോട്ടുകൾ സമാഹരിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ടീം ഇറങ്ങാത്തതെന്നാണ്? അദ്ദേഹം എന്താണ് ഇപ്പോഴും വീട്ടിലിരിക്കുന്നത്? നിഷാദ്, നമ്മൾ ഇന്നും ഈ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പേജ് പരിശോധിച്ചാൽ അറിയാം, ദിനം പ്രതി ഒന്നിലധികം വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഈ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിടുന്നുണ്ട്. ഇതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതായത് തന്റെ പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഒരു 9 അംഗ കമ്മിറ്റി TMC നിയോഗിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്ത് തലത്തിലും തനിക്കായി പ്രചാരണ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ താനും പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നുണ്ട്. അത് പരസ്യമായിട്ടില്ല, രഹസ്യമായി മറ്റും, അല്ലെങ്കിൽ ആ നിലയ്ക്ക് വേണ്ടപ്പെട്ട വീട്ടുകാരെ പോയി കാണുന്നുണ്ട്. ആ നിലയ്ക്ക് വോട്ടർമാരെ പരമാവധി കാണുന്നുണ്ട്. അപ്പോൾ പ്രചാരണം നടക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ പ്രചാരണമില്ല എന്ന തോന്നൽ മാത്രമേ ഉള്ളൂ എന്നാണ് പി വി അൻവർ പറയുന്നത്. മറ്റൊന്ന്, നേരത്തെ പ്രത്യക്ഷത്തിൽ പ്രചാരണം നടക്കുന്നില്ല എന്ന തോന്നലേ ഉള്ളൂ, അകത്ത് നടക്കുന്നുണ്ടെന്ന് അൻവർ അവകാശപ്പെടുകയാണ്.